ഹായ് കൂട്ടുകാരെ, ഡോറാബുട്ടി ദിവസങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഇന്ന് എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര മഴയും വെള്ളമൊക്കെ മുറ്റത്തൊക്കെ കയറി. ഇപ്പൊ എല്ലാം ഇറങ്ങിയിട്ട് പോയി വറ്റി നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുറെ തുണിയൊക്കെ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉണങ്ങി വരുന്നേ ഉള്ളൂ. കുറച്ച് ഉണങ്ങിയതൊക്കെ എടുത്തു വെച്ചു. പിന്നെ അവനെ രാവിലെ അമ്മ കുളിപ്പിച്ച് തന്നു. ഞാൻ പാലൊക്കെ കൊടുത്തു ഉറങ്ങുന്നു, എഴുതിക്കുന്നു, പാല് കൊടുക്കുന്നു, ഉറങ്ങുന്നു. പിന്നെ ഞാനും കുളിച്ചു. ഫുഡ് കഴിച്ചില്ല കേട്ടോ, ഫുഡ് കഴിക്കണം. കുറെ നാള് കൂടി ചെയ്യാതിരുന്ന ഒരു കാര്യം ചെയ്തു. എന്താ വെച്ചാ കുളി. അങ്ങ് മണക്കം കൊടുത്തിരിക്കും. ഇത് നമ്മുടെ പ്രേയറിന്റെ സ്ഥലത്തിരുന്ന പട്ടാണ്. അപ്പൊ അതൊക്കെ ഇന്നൊന്നും എല്ലാം ഉണങ്ങി കിട്ടിയത്. രാവിലെ എഴുന്നേറ്റ് അതെല്ലാം ഒന്ന് മടക്കി വെക്കാന്ന് വിചാരിച്ചു. ഇത് കുറെ കിടപ്പുണ്ട്. ഞാനാ പകുതി മടക്കിയത്. എവിടെ എവിടെ കൊണ്ട് ഏത് കൈ കൊണ്ട് എന്നിട്ട് കാണുന്നില്ല നിന്റെ കൈ കൊണ്ട് മടക്കിയത്? മടക്കാൻ പറഞ്ഞിട്ട് എന്താ ഒരു ഉഷാറില്ലാത്ത? മടക്കിക്കൊണ്ടിരിക്കുകയല്ലേ? 2-3 തുണി മടക്കിയതായി പറയുന്നത് കേട്ടോ. ഇത് കഴുകിയിട്ട് ഇതെല്ലാം കഴുകിയിട്ട് ഉണക്കി കൊണ്ടുവന്ന് മടക്കുന്ന എന്റെ അടുത്ത് വേണം ഇവളിങ്ങനെ പറയാനായിട്ട്. ഓ, വാഷിംഗ് മെഷീനകത്തോട്ട് ഇട്ടിട്ട് ഇന്നല്ലേ വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകിയത് ആണോ? ഇത്രയും ദിവസം ആരാ കഴുകിക്കൊണ്ടിരുന്ന കല്ലേല്? കല്ലല്ലോ. ആ, എന്താ കല്ല് നിങ്ങൾ കേട്ടിട്ടേ ഇല്ലേ? കല്ലേ കഴുകി പഠിക്കണം. കല്ലേ കഴുകി എന്നാ നാളെ തൊട്ട് മോളൊന്ന് കല്ലേ കഴുകി പഠിക്കാം. ഞാൻ എന്റെ ഇത് കഴിഞ്ഞില്ല, കുഴപ്പമില്ല, റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാണിച്ചു കൊടുത്ത എല്ലാവർക്കും നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചു. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചാണ് മോന് വേണ്ടിട്ട്. കാരണം ഇവിടെ ഭയങ്കര തണുപ്പാണ്, വയലല്ലേ, അന്നേരം മഴയും കൂടെ ഒക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പായി. അപ്പം മോനൊക്കെ എടുക്കാൻ വേണ്ടിട്ട് മേടിച്ചതാണ്. ഇതിന്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. പക്ഷെ നല്ല ക്വാളിറ്റി എങ്ങനെയുണ്ട്? ഇത് നല്ല, നമ്മള് മീഷോയിൽ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ബെഡും കൂടെ ചേർത്തിട്ട് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തു. പക്ഷെ വെറും എന്താ പറയാ ചാത്തൻ ഐറ്റം എന്ന് വേണേ പറയാം. ഒരുമാതിരി വൃത്തിയായിട്ട കളറും അതുപോലെ തന്നെ പിങ്ക് ആണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷെ അത് ഈ വെയിലത്തൊക്കെ വെച്ചിട്ട് കുറെ കഴിയുമ്പോൾ നരയ്ക്കത്തില്ലേ, സംഗതി അതുപോലെ ഇരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞ സംഗതിയില്ല. കുഞ്ഞിനെ എടുക്കുമ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോ കുഞ്ഞിനെ കിടത്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ തന്നെ നിൽക്കും, സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കും. അങ്ങനെ കുഞ്ഞിന്റെ തല പോകുന്നു, ശരീരം ഇങ്ങനെ വളഞ്ഞു പോകും, അങ്ങനെയൊന്നുമില്ല, ഇത് സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കും. പക്ഷെ ആ സംഭവം എന്ന് വെച്ചാല് കുഞ്ഞിനെ ഇങ്ങനെ കിടത്തിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സാരിക്കകത്ത് കിടത്തിയിട്ട് എടുക്കത്തില്ലേ, ആ ഒരു കട്ടിയുള്ളായിരുന്നു. എന്തോ ഒരു ചാത്തനായിട്ട്. അതിന്റെ ബെഡ് പറയവേണ്ട, ഒരു കാശിന് കർമ്മത്തിനും കുളത്തിട്ട്. അങ്ങനെ പിന്നെ അത് ഞാൻ കളഞ്ഞിട്ട് അത് റിട്ടേൺ ചെയ്തിട്ട് ഇത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തത്. പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. റിവ്യൂ ഒന്നുമല്ല കേട്ടോ, ഇതിന്റെ റിവ്യൂ ഒന്നുമല്ല. പക്ഷെ ഇത് ഉപയോഗിച്ചിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. ഞങ്ങൾ ഹോസ്റ്റലിലൊക്കെ പോകുമ്പോൾ മോന് ഇതും കൊണ്ടാണ് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് ഡ്രസ്സും ഒക്കെ മോന് ഓർഡർ ചെയ്തു. അതെല്ലാം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണ്. മോനിപ്പോൾ ഇട്ടിരിക്കുന്നതും അതിന്റെയാണ്. ഞാൻ കാണിച്ചു തരാവേ. കണ്ട, ഇതിപ്പോ ഇത് കോംബോ ഓഫർ ആയിട്ട് മേടിച്ച 3 പിന്നെ ഇതിന്റെ തന്നെ കാല് ഫുള്ള് കവർ, കയ്യില് കവർ ഫുൾ സ്ലീവ്, കാല് ഫുള്ള് കവർ ചെയ്യുന്നത് ക്യാപ്പ് ഉള്ളതുണ്ട്. അത് 2 കോംബോ ആയിട്ട് മേടിച്ചു. അതും നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ സെയിം സാധനം ക്യാപ്പ് ഇല്ലാതെ മേടിച്ചു. അതും നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. സത്യത്തില് എല്ലാരും പറഞ്ഞു മീഷോയിൽ നിന്ന് എടുക്കുമ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത ഐറ്റം കിട്ടുന്നത്. ഞാൻ മൊബൈലിന്റെ സ്റ്റാൻഡൊക്കെ അതുപോലെ തന്നെ വേറെ 1-2 സാധനങ്ങൾ മേടിച്ച, സ്പീക്കർ മേടിച്ചു, ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ. അപ്പൊ അതൊക്കെ എനിക്ക് ലാഭമായിരുന്നു. ഞാൻ കാണിക്കാം. വേണ്ട, ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചായിരുന്നു. ഇതൊക്കെ എനിക്ക് മീഷോയിൽ നിന്ന് മേടിച്ചു. ഇതൊക്കെ എനിക്ക് നല്ല ലാഭമായിട്ട് തോന്നി. കാരണം ഇത് വെറും 300 രൂപയുള്ളായിരുന്നു. പക്ഷെ ഇത് ഏകദേശം ഒരു 10 മണിക്കൂർ ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും 10 മണിക്കൂറോ. നല്ല ചാർജ് ചെയ്യുന്ന സാധനം. അപ്പൊ ഇതെനിക്ക് ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു മൊബൈൽ സ്റ്റാൻഡ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, റേറ്റും കുറവായിരുന്നു. അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മള് ഈ സാധനമൊക്കെ മേടിച്ചത്. പക്ഷെ ചാത്തൻ ഐറ്റം ആയിപ്പോയി, ഒരു കാശിനും കൊള്ളാത്ത ഐറ്റം ആയിരുന്നു. പക്ഷെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം. പിന്നെ ഇതും മീമിയുടെ വൈപ്സ് കോംബോ ഓഫർ ഉണ്ടായിരുന്നു. 3 299 രൂപ ഉള്ളായിരുന്നു 3 അപ്പം 299 അല്ല, 239 3 അങ്ങനെ ഇതും നമ്മള് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച. അത്യാവശ്യം ഇപ്പൊ 3 വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. കടയിൽ ഒരു തവണ പോയായിരുന്നു, വീട്ടിലിടുന്ന കുറച്ച് ഡ്രസ്സുകള്, ഡ്രൈ ഷീറ്റുകള്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിരുന്നു ഞങ്ങള് കടയിൽ പോയപ്പോൾ മേടിച്ചത്. പിന്നെ എന്തായിരുന്നു മേടിച്ചത്? അല്ലല്ല, സ്നഗ്ഗി. ഞങ്ങള് സ്നഗ്ഗി മേടിച്ചു ഫ്ലിപ്കാർട്ടിൽ നിന്ന്.
കാണിച്ചുതരാം. കാരണം അതും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനമായിരുന്നു. പുതിയൊരു ബ്രാൻഡാണ്. ഞാൻ ആദ്യമായിട്ട് പുതിയൊരു ബ്രാൻഡാണ് ലിറ്റിൽസ് എന്ന് പറയുന്നത്. ഇത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ന്യൂ ബോൺ ബേബിയുടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. വലിയ റേറ്റും ഇല്ല. ഞാന് ലീക്കേജ് ഒട്ടും ഇല്ല. എന്തായിരുന്നു കവർ കിടക്കുന്നു നോക്കാം. കവറിൽ തന്നെ നോക്കാം. മമ്മി പോക്കോ പെൻസിൽ. അപ്പൊ അത് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന്. അത് 34 പീസ് 32 പീസിനെങ്ങാണ്ട് 350 രൂപയായിരുന്നു. പക്ഷെ ഈ സംഗതി എന്ന് വെച്ചാല് ഇത് 40 പീസ് ഉണ്ട്. 40 പീസ് ഉണ്ട്. ഇതിന് വന്ന റേറ്റ് എന്ന് വെച്ചാൽ 200 സംതിങ് രൂപയുള്ളൂ. 230 220 അത്രയും കണ്ടേ വന്നോളൂ. ഇത് ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ മോനിപ്പോ ഇത് നമ്മള് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഇൻഫെക്ഷൻ ആവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. പിന്നെ പകരം നമ്മൾ തുണിയാണ് ഉപയോഗിക്കുന്നത്. മറ്റേത് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. രാത്രി മാത്രമാണ് ഈ സാധനങ്ങൾ വെക്കാറുള്ളത്. ഇപ്പൊ മഴ ആയതുകൊണ്ട് തുണികൾ ഉണങ്ങാൻ കുറച്ച് ഇതുണ്ട്. ഉണങ്ങാതെ മോന് അത് യൂസ് ചെയ്യാനും പറ്റത്തില്ല. കുറെ തുണികളുണ്ട്. വെളിയിലിപ്പോ ഞാൻ കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ നിരത്തിയിട്ടുണ്ട്. കാരണം കുറെ ദിവസം കഴുകിയത് ഇന്നാണ് വെയിൽ കണ്ടത് ഇവിടെ. അപ്പൊ അതിന്റെ അടുത്ത് വെയിലത്തുള്ളിട്ടേക്ക് വെയിൽ കണ്ടത്. പിന്നെ വെയിലത്തിട്ടപ്പോ തന്നെ ചെറിയ ചാറ്റിയും ഉണ്ടായിരുന്നു. ഇനി അതെല്ലാം പറക്കി വെക്കണം. പിന്നെ കൊല്ലം വരെ പോകണം. തുണി പർച്ചേസ് ചെയ്യാനുണ്ട്. കുറച്ച് തുണി നമ്മള് കച്ചവടം ഉണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് തുണിയൊക്കെ എടുത്തുകൊണ്ട് വരാനുണ്ട്. കുറച്ച് തുണികൾ എടുക്കാണ്ട് അടിയിൽ വെച്ചിട്ടുണ്ട്. ബാക്കി ഇനി എടുക്കാൻ പോകണം. അപ്പൊ അമ്മയും കൂടെ വരണം. അമ്മയാണെങ്കിൽ എറണാകുളം വരെ പോയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കണം. പിന്നെ അതല്ല, ഞാൻ വേറെ സാധനം കാണിച്ചു തരാവേ. മോന് വാങ്ങിച്ച ആദ്യത്തെ ചോയ്സ് ഇങ്ങനത്തെ ഒരു ചോയ്സാണ് വാങ്ങിച്ചു മോന് വേണ്ടിയിട്ട്. ബാക്കി വണ്ടി അതല്ല, ഞാൻ വേറെ സാധനം കാണിച്ചു കൊടുക്കാം. അതല്ല, ഈ ചൈനയെ ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ഇരുന്നപ്പോ കടയിൽ കയറിയപ്പം ആദ്യമായിട്ടൊരു സാധനം കണ്ട് മേടിക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. എന്തായിരുന്നു? ഓച്ചിറയില് ഞങ്ങള് കടയിൽ എന്നിട്ട് റഹ്മത്തിത്താടെ കടയിൽ പോയപ്പോ ഇതെടുത്തിട്ട് എടി ഇത് നമുക്ക് മേടിച്ചാലോ അല്ലേ? അങ്ങനെ ഇത്ത പറഞ്ഞു 6 മാസം 5 മാസം 5ഒക്കെ കഴിഞ്ഞായിരുന്നു. അന്ന് നമ്മള് മറ്റേ ഫംഗ്ഷന് വേണ്ടി സാധനം പൂവൊക്കെ മേടിക്കാൻ പോയില്ലേ അന്ന് 7ാം മാസത്തിന്റെ പൂവൊക്കെ തല വെക്കുന്ന പൂവൊക്കെ 7ാം മാസത്തില് ഞങ്ങള് ഓച്ചിറയിൽ പോയ സമയത്ത് ഈ സാധനം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. മേരി ഗോ റൗണ്ട്. അപ്പം എനിക്ക് ഈ സാധനം അന്ന് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഇവളാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവളും റഹ്മത്തായും കൂടെ പറഞ്ഞു ഇതുപോലെ ഇപ്പൊ മേടിക്കരുത്. കാരണം എന്ന് വെച്ചാല് ഇങ്ങനെ പ്രസവിച്ചതിന് മുമ്പേ സാധനങ്ങൾ നമ്മൾ മേടിച്ചു വെക്കാൻ പാടില്ല. അത് എന്തോ ആണ്. ഞാൻ സത്യം പറഞ്ഞു ഈ വക കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്ന കൊടുക്കില്ല. പക്ഷെ ഇവരൊക്കെ പിന്നെ പറഞ്ഞ് നിർബന്ധിച്ചോ പോട്ടെ, അവരുടെ വാക്ക് നമ്മൾ മാനിച്ച് നമ്മൾ വാങ്ങിക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് അവസരം കിട്ടിയപ്പോൾ ഞാൻ പോയി മേടിച്ചു. നല്ല രസമുണ്ടായിരുന്നു ഈ തൊട്ടിൽ ഇടാൻ വേണ്ടി. പക്ഷെ നമ്മുടെ ഈ തൊട്ടിൽ പക്ഷെ ഈ തൊട്ടില് നമുക്ക് ഇത് ഇടാൻ പറ്റില്ല. കാരണം വെച്ചാല് ഇത് മോന്റെ അടുത്ത് വരെ ഇങ്ങനെ ചെന്ന് തട്ടും. ഇവനെന്ന് വെച്ചാൽ കയ്യും കാലും ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് കളി നല്ല കളിയാ. ഇത് മറ്റേ ഇതിന്റെ കൂടെ മേടിച്ച ഈ ചെറിയ റാറ്റിൽസിന്റെ കൂടെ മേടിച്ച സാധനം ഇതൊക്കെ ഉള്ളത്. ഇത് നമ്മള് കരുനാഗപ്പള്ളി പോയപ്പോ കരുനാഗപ്പള്ളിയിൽ ഒരു ബേബി ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാ. ഒരു പാക്ക് ആയിട്ടാ മേടിച്ചത്. 5 ഐറ്റം ഉണ്ട്. നല്ല രസമാണ്. ഇല്ല ഇത് സൗണ്ട് ഇത്രയും കേട്ടില്ല. പിന്നെ വേറൊന്നുണ്ട്, ഭയങ്കര സൗണ്ട് ഉള്ള ഒരു സാധനമുണ്ട് ബാക്കിൽ ഇരിപ്പുണ്ട്. എനിക്ക് അവക്കാണ് പണി. പിന്നെ എന്താ പറയുന്നത്, എല്ലാരും ചോദിക്കുന്ന വേറൊരു സംഗതി ഉണ്ട് ഡോറയോട്. എന്തായിരുന്നു മറന്നുപോയോ? എല്ലാരും എല്ലാ കാര്യങ്ങളും പ്രഗ്നൻസി ശേഷം എങ്ങനെയുണ്ട്, എങ്ങനെയാണ് ഹെൽത്ത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. കുഴപ്പമില്ല, നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. പെയിനൊക്കെ മാറി. നടുവേദന ഇടയ്ക്കുണ്ട്. പിന്നെ എനിക്ക് റൊമറ്റോയിഡിന്റെ ഇത് ഉള്ളത് കൊണ്ട് അതിന്റെ തോന്നുന്നു കാലിന് വേദന മാത്രമല്ല നീരുണ്ട്. ഷോൾഡർ പെയിൻ എപ്പോഴും മോൻ എപ്പോഴും കയ്യിലിരിക്കണം, ആരുടെങ്കിലും ഒരാളുടെ കയ്യിരിക്കണം. പിന്നെ പ്രത്യേകിച്ച് ഇവളുടെ വെച്ചാല് ഇവർക്ക് കൈക്കൊക്കെ ഈ ഹൈറ്റ് കുറവ് ഉള്ളതുകൊണ്ട് നീട്ടക്കുറവ് ഉള്ളതുകൊണ്ട്
കുഞ്ഞിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാനൊക്കെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് നമ്മളിപ്പോ ഫീഡിംഗ് ബില്ല് ഓർഡർ ചെയ്തിട്ടുള്ളത് ഈ രണ്ട് തലയണ വെച്ചിട്ടാണ് അവള് കുഞ്ഞിനെ എടുത്ത് മടി വെച്ച് പാല കൊടുക്കുന്നത്. അപ്പൊ അത് കാരണം ഭയങ്കര വേദനയാണ് കൈക്ക് രണ്ടിനും. അതുപോലെ തന്നെ കഴുത്ത്, ഈ സൈഡ്, ഇവിടെ എല്ലാം ഭയങ്കര വേദനയാണ്. രാത്രിയാകുമ്പോ എണ്ണയിട്ട് തടവിച്ചിട്ടൊക്കെയാ കിടക്കുന്നത്. പിന്നെ കാലിന് വേദനയാണ്. പിന്നെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് നടുവേദന ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാരും പറയുന്നുണ്ട് റെസ്റ്റ് എടുക്കണമെന്ന്. മാക്സിമം റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ റൂമിനകത്താണ്, ഈ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ പറ്റുന്നില്ല. ജസ്റ്റ് ഒന്ന് കിടക്കാൻ തുടങ്ങും. ഇപ്പൊ തന്നെ കുളിയെല്ലാം കഴിഞ്ഞൊന്ന് വന്ന് കിടന്നപ്പോ തന്നെ മോൻ കരഞ്ഞു. പിന്നെ ഫീഡ് ചെയ്യാൻ ഇപ്പൊ നമുക്ക് എഴുന്നേറ്റിരുന്നിട്ടല്ലേ ഫീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കിടന്നുകൊണ്ട് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ ഇത്ര ആയതുകൊണ്ട്. അപ്പൊ ഫുള്ള് രാത്രിയും രാവിലെയും എല്ലാം കരയുമ്പോഴെല്ലാം എഴുന്നേറ്റിരുന്ന് ഫീഡ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കിടക്കാൻ പറ്റുന്നില്ല. പിന്നെ ചിലപ്പോഴെങ്ങാനും കിടക്കും. ഇന്നലെ ജസ്റ്റ് ഒന്ന് കിടന്നായിരുന്നു. ഉറക്കമൊക്കെ അങ്ങനെ എല്ലാരും പറയും കുഞ്ഞു ഉറങ്ങുമ്പോ ഉറങ്ങാന്ന്. പക്ഷെ ഞാൻ ഉറങ്ങാൻ കിടക്കുമെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കിടക്കുന്ന എങ്ങനെയോ അറിയുന്നുണ്ടോ ഇത് കറക്റ്റ് ആയിട്ട് ആ സമയത്ത് എഴുന്നേക്കും. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള്. മഴ കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് സത്യം പറഞ്ഞാല്. കാരണം ഇന്നാണ് ഒതുക്കലും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പിന്നെ എല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി. പിന്നെ ചെളിയാണ്, മുറ്റം മൊത്തവും ചെളിയാണ്. ഭയങ്കര ചെളി, വെള്ളം കയറി ഫുള്ള് കിടക്കുമായിരുന്നു ഇന്നലെ ഫുള്ള്. അതുപോലെ തന്നെ അങ്ങനെ മെയിൻ റോഡിൽ നിന്ന് ഒഴുകി, നമ്മുടെ വയലാണ്. അപ്പൊ മെയിൻ റോഡിൽ നിന്ന് ഒഴുകി വന്നിട്ടുള്ള വേസ്റ്റ് മൊത്തം ഇവിടെ എല്ലാം കിടപ്പുണ്ട്. കട്ടിങ് കവർ എല്ലാം കിടപ്പുണ്ട്. ഇനി അതെല്ലാം ക്ലീൻ ചെയ്യണം. അതൊക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ചെളിയെല്ലാം മാറി നമുക്ക് ക്ലീൻ ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പൊ അതിന്റെയൊക്കെ കുറെ ബുദ്ധിമുട്ട്. പിന്നെ വെച്ചാൽ നമ്മുടെ പുതിയ വീട്ടിൽ തറയൊന്നും ഇട്ടിട്ടില്ല, മണ്ണുതറയാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയാണെന്ന് വെച്ചാല് വെള്ളമൊക്കെ കയറിയ സമയത്ത് ഫുള്ള് അതിനകത്ത് റൂമിനകത്ത് എല്ലാം ചെളിയായിട്ടുണ്ട്. പിന്നെ ആകെ ഒരിത്തിരി വൃത്തിയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ റൂമിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇതിനകവും കുറവായേനെ. പിന്നെ നമ്മള് അഴുക്ക് വന്നേനെ. ഇവിടുന്ന് കയറുമ്പോൾ തന്നെ ഇത് ഇട്ടിട്ടുണ്ട്. ഇത് സ്ക്വയർ ഫീറ്റ് 35 രൂപയ്ക്കാണ് മേടിച്ചത് ഈ സാധനം. അപ്പം ഏതാണ്ട് 1/2 മീറ്റർ മേടിച്ചപ്പോ 190 രൂപയായി. അര മീറ്റർ മേടിച്ചത്. പിന്നെ ഇവിടെ ചവിട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ട് ഇങ്ങനെ മറിഞ്ഞിരുന്നിടാൻ ചവിട്ടിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതിനകം അങ്ങനെ എന്താ പറയുക ഈ സാധനം ആരും മടക്കി വെക്കണ്ട. രാവിലെ എഴുന്നേറ്റ് ഭാര്യയുടെ കടമ എന്തുവാ? ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കുക എന്നതാണ് ഭാര്യയുടെ കടമ. നീ എന്തുവാ എന്നെ നോക്കുന്നത്? വെള്ളം പോലും എന്ന വെള്ളം കുടിച്ചോ എന്ന് പറഞ്ഞ് എടുത്ത് തരത്തില്ല. വെള്ളം ആ വെള്ളം അവിടെ എടുത്തോണ്ട് വെച്ചാ ആരാ? കണ്ട എന്നെ ഇന്നലെ ഇവിടെ പറ്റിച്ച്. എനിക്കാണെങ്കിൽ ഡെർമാറോളർ ഉപയോഗിച്ചിട്ട് തലമുടിയിൽ ഇത് ചെയ്ത് മസാജ് ചെയ്താന്ന് പറഞ്ഞിട്ട് ലൈവ് പോണെന്ന് ഇവിടെ തന്നെ പറഞ്ഞു പോയത്. എന്നിട്ട് എനിക്ക് ചെയ്തു തന്നില്ല. അവസരം ഉണ്ടല്ലേ, ഇന്ന് രാത്രി ഉണ്ടല്ലോ. ഒന്നാമത് ഇത് കണ്ടില്ല, എന്റെ മുടി എല്ലാം നല്ല രീതിയിൽ പൊഴിയുന്നുണ്ട്. ഇപ്പൊ ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയ സമയത്ത് പിന്നെ ടെൻഷനൊന്നും ഇല്ലായിരുന്നല്ലോ. സത്യം പറഞ്ഞല്ലേ, കുട്ടിക്കളി കളിച്ചിരുന്ന സമയത്തൊന്നും ഇതൊന്നും അറിയില്ല. കല്യാണം കഴിച്ചൊരു എന്താ പറയുക, ആദ്യം ഒരു ഭർത്താവായിപ്പോ ഒരു അച്ഛൻ. ഇത്ര നീളം കണ്ടുപിടിച്ചാരാണ് നടക്കാൻ പറ്റുന്നത്? നിനക്ക് പൊക്കം കുറഞ്ഞു പോയെന്നും പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവർക്ക് പൊക്കത്തിന് നീളം വേണ്ടേ? അപ്പൊ ഒരുപാട് നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇതൊക്കെ ഞങ്ങളുടെ ചെറിയൊരു വിശേഷം കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെയാണ് ഞങ്ങള് വീഡിയോസിന് വേണ്ടിയിട്ടൊന്നും അല്ല, നമ്മളല്ലാണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയാണ് ഇതിനകത്ത്. പിന്നെ ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ ഒരുങ്ങി പിറക്കാത്തിരിക്കാറ്, അല്ലാതെ വീഡിയോസ് വേണ്ടിട്ടല്ല. പണ്ട് തൊട്ടേ ഞാനും അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ കിട്ടിയതിന് ശേഷം പിന്നെ പ്രാരാബ്ധമായപ്പോഴത്തേക്ക് എന്റെ പോലെ ഇങ്ങനെ ആയി. 7 വർഷം സുന്ദരിയായി. പാവം പിടിച്ച് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോ ഇന്നത്തേക്ക് ഇത്രയുള്ള കുട്ടികളെ. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും വണക്കം.